മെമ്മറബിൾ അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് ഹാപ്പി ഡേയ്സിലെ ഓ മൈ ഫ്രണ്ട് സോങ് കാരണമാണ്. അത് ഭയങ്കര ഒരു കഥയായിരുന്നു. അത് ആക്ച്വലി ആ സോങ് റെക്കോർഡ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കസിൻ്റെ കല്യാണമായിരുന്നു ആ സമയത്ത് കൊച്ചിയിൽ. അപ്പോൾ ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ, ട്രിവാൻഡ്രം വരെ പോയി പാടാൻ എന്ന രീതിയിലായിരുന്നു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ. ആ സമയത്ത് കുറെ തെലുങ്ക് ഡബിങ് മൂവീസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം പാടിക്കൊണ്ടിരുന്നു. ഖാദർ ഹസൻ പ്രൊഡ്യൂസർ, പുള്ളിയാണ് ചാൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ അതാ ഇറ്റ് വിൽ ബി ജസ്റ്റ് അനദർ സോങ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ ഇല്ല വേറെ ആരെയും പാടിച്ചോളൂ, ഇവിടെ ഭയങ്കര തിരക്കാണ്, എനിക്ക് വരാൻ പറ്റില്ല, രാത്രി അമ്മ ബോംബെ നിന്നൊക്കെ വരിക, പോയി പിക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ. ബട്ട് പിന്നെ അച്ഛനൊക്കെ വിളിച്ച് കുറേ നിർബന്ധിച്ചു. അങ്ങനെ ഓക്കെ പോയി പാടി. അപ്പോഴും ഭയങ്കര ഹറിബറിയായിരുന്നു എനിക്ക്, പെട്ടെന്ന് പാടണം, പെട്ടെന്ന് തിരിച്ചു വരണം. അതെ, രാത്രി ഞാൻ തിരിച്ചെത്തണം, രാവിലെ പോയിട്ട് രാത്രി തിരിച്ചെത്തണം. അങ്ങനെ പോയി പാടി പാട്ടാടി. ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ദൈവം എങ്ങാനും മിസ് ചെയ്തിരുന്നെങ്കിൽ അത് വമ്പൻ മിസ്സായനെ. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം.